ബികാബ്. നബിയേ, ഞങ്ങളെ എപ്പോഴും തങ്ങൾക്ക് ഓർമ്മ വേണേ നബിയേ. തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങളൊന്ന് പറയണേ നബിയേ. വഫാത്തായ നബിയോട് അപേക്ഷ സമർപ്പിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ സ്നേഹിച്ച് ജീവിച്ച മഹാന്മാരായ സഹാബത്ത്, അവരിൽ രക്തം കൊടുത്തവരുണ്ട്, ശരീരത്തിന്റെ അവയവം കൊടുത്തവരുണ്ട്, കണ്ണ് കൊടുത്തവരുണ്ട്, കാത് കൊടുത്തവരുണ്ട്, കാല് കൊടുത്തവരുണ്ട്. അതേ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി വഫാത്തായതാണ്. ആ ഉഹദ് യുദ്ധത്തിലേക്ക് ഉഹദിന്റെ സമീപത്ത് ചെന്നാൽ ഇപ്പോഴും അവിടെ സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ മഹാനായ ഹംസ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മേലെയുള്ള ഖുബ്ബ പുത്തനാശയക്കാര് അടിച്ചു പൊട്ടിച്ച് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ഒരു ചെറിയ വട്ടം ഇങ്ങനെ കാണാൻ കഴിയും, ഒരു തറ പോലെ. അവിടെയല്ലേ ഹംസ റളിയല്ലാഹുവിന്റെ ഖബറുള്ളത്. ആ ഖബർ, ഓ സുഹൃത്തുക്കളെ, അവിടുന്ന് കിടക്കുന്നതെങ്ങനെ? അവിടുത്തെ നെഞ്ഞ് കുത്തി പൊട്ടിച്ചിട്ട് അവിടുത്തെ കരലെടുത്ത് ചവച്ചു തൂപ്പിയില്ലേ ശത്രുക്കള്? അങ്ങനെ കരള് കൊടുത്തവരുണ്ട്, ശരീരം പൂർണ്ണമായി കൊടുത്തവരുണ്ട്. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് സ്വഹാബത്ത് പോറ്റിയ ദീൻ, ആ ദീനുൽ ഇസ്ലാം നമ്മുടെ മുൻഗാമികൾക്ക് കേരളത്തിലെത്തി. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, മഹാന്മാരായ സ്വഹാബത്ത് കഠിനാധ്വാനം ചെയ്ത് പോറ്റിയ ആ ദീൻ നമ്മളെ കേരളത്തിൽ ഒരു ദിവസം ഉരുണ്ട് വീണതല്ല. മറിച്ച് പായക്കപ്പലിൽ കയറി മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത്, അന്ന് അതാ ടോർച്ച് കയ്യിലില്ല, ഇലക്ട്രിക് ഇല്ല, കരണ്ട് കണ്ടുപിടിച്ചിട്ടില്ല, അതേ ചൂടുള്ള വെള്ളമോ തണുത്തതോ സൂക്ഷിക്കാൻ സംവിധാനമില്ല. ആ കാലഘട്ടത്തിൽ എഞ്ചിൻ ഘടിപ്പിച്ചൊരു ചെറിയ ബോട്ട് പോലുമില്ല. വെറും പായക്കപ്പലിൽ കയറി, കാറ്റിന്റെ ഗതി കൊണ്ട് ചലിക്കുന്ന കപ്പലിൽ കയറി. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ എറണാകുളത്ത് നിന്ന് ദ്വീപിലോളം പോയിട്ടുണ്ട്. ആ ദ്വീപിൽ പോയി, അത് യന്ത്രം ഘടിപ്പിച്ച വലിയ പടുകൂറ്റൻ കപ്പലിലാ പോയത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ കപ്പലിലേക്ക് കയറാൻ വേണ്ടി ബോട്ടിൽ കയറിയപ്പോ അല്പം തിരമാല ശക്തിയുള്ള സമയത്ത് എന്റെ മനസ്സിന്റെ ബേജാർ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ അറേബ്യയിൽ നിന്ന്, അതേ, ഒരു ദൂരദർശിനിയുമില്ല, ഒരു ടെലിഫോണുമില്ല, ഒരാധുനിക സജ്ജീകരണവുമില്ല, ഒരു സ്ഥലത്ത് വെച്ചും കാണാനോ വിവരം നൽകാനോ സംവിധാനമില്ല. അള്ളാഹുവിന്റെ മേൽ 100% തവക്കുലാക്കി അള്ളാന്റെ ദീനം ഇന്ത്യ രാജ്യത്തെത്തിക്കണമെന്ന നിലക്ക് കഠിനാധ്വാനം ചെയ്ത് കപ്പലിലൂടെ യാത്ര ചെയ്ത് ഈ കേരള മണ്ണിൽ വന്നിറങ്ങിയ മാലിക് ഇബ്നു ദീനാർ, മാലിക് ഇബ്നു ഹബീബ്, സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവന്ന് പഠിപ്പിച്ച നമ്മുടെ ദീനുൽ ഇസ്ലാം. സുഹൃത്തുക്കളെ, അവരിവിടെ വർഗീയത പറഞ്ഞില്ല, അവരുടെ തീവ്രവാദം പറഞ്ഞില്ല, ഭീകരവാദം പറഞ്ഞില്ല. അവർ 100% ഇസ്ലാം ദീന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരായ ആളുകൾ അവർക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു. ഇവിടെയുള്ള മറ്റ് മതക്കാർ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. സർവ്വ മതക്കാരും അവരെ ആദരിച്ചു, അവരെ ബഹുമാനിച്ചു, അവരെ സ്നേഹിച്ചു. അവരിങ്ങനെ കാണുകയാണ്, ആ മഹാന്മാര് വെള്ളത്തിൽ ഖുർആനോദി ഊതിക്കൊടുത്താൽ വിഷം ഇറങ്ങുകയാണ്. ആ മഹാന്മാര് തലയിലൊന്ന് കൈവച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ രോഗം മാറുകയാണ്. അവര് 2 കൈയുമുയർത്തിയിട്ട് പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുമ്പോ മഴ പെയ്യുകയാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് കറാമത്തുകൾ കണ്ടപ്പോ അതാ ഈമാൻ ഉണ്ടാകാൻ അല്ല ഭാഗ്യം കൊടുത്തവർ ഈമാന് കിട്ടി മുസ്ലിമീങ്ങളായി, മോമിനീങ്ങളായി. അല്ലാത്തവരും ഈ മഹാന്മാരെ ബഹുമാനിച്ചു, അല്ലാത്തവരും അവരെ ആദരിച്ചു, അല്ലാത്തവരും അവരെ സ്നേഹിച്ചു, അല്ലാത്തവരും അവർക്ക് പള്ളിക്ക് സ്ഥലം കൊടുത്തു, അവർ
അവർക്കതാ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ മുൻഗാമികൾക്ക് ലഭിച്ചു. ആ ഇസ്ലാം അനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ ഐക്യത്തോടെ സ്വതന്ത്രമായി വളരെ സന്തോഷത്തോടെ ആ മഹാന്മാര് കൊണ്ടുവന്ന് പഠിപ്പിച്ചതുപോലെ ഒരു മാറ്റവുമില്ലാതെ, വിശ്വാസത്തിൽ മാറ്റങ്ങളില്ല, വിശ്വാസത്തിൽ തർക്കങ്ങളില്ല, കർമ്മത്തിൽ തർക്കങ്ങളില്ല, ഒരു സ്ഥലത്തും അതാ അറബിയിലല്ലാത്ത ഖുതുബയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ അറബിയിൽ ഖുതുബ ഓതി, അറബിയിൽ ജുമാ നിസ്കരിച്ചത് കൊണ്ട്. അത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഖുതുബ അറബിയിൽ തന്നെയാകണം, ഇല്ലെങ്കിൽ ജുമാ ബാത്തിലാണ്. എന്താ കാരണം? അതിന് കാരണം അന്നഹു ദിക്റുൻ മഫ്റൂദുൻ, ഖുതുബ എന്നതൊരു ഫർളായ ദിക്റാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹി എന്നാണ് ഖുതുബയെ കുറിച്ച്. വദ്ദിക്റുല്ലദീ യുഫ്അലു ബഅദൻ നിദാഇ ഹുവൽ ഖുതുബതു, ബാങ്കിന് ശേഷം നടക്കുന്ന ഖുർആൻ പറഞ്ഞ ആ ദിക്ർ ഖുതുബയാണ്. അതുകൊണ്ട് ആ ദിക്ർ ഫർളായ ദിക്റാണ്. കത്തശഹുദി വതക്ബീറത്തുൽ ഇഹ്റാമി, അത്തഹിയാത്ത് ദിക്റല്ലേ, അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ദിക്റല്ലേ, അതൊക്കെ അറബിയിലാകണ്ടേ. അതുപോലെ ഈ ദിക്റും അറബിയിലാകണം. മാ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും ഉണ്ട്, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി വകാന യഖ്തുബു ബിൽ അറബിയ്യ, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അറബിയിൽ ഖുതുബ ഓതി, അറബിയിലാണ് ജുമാ നിസ്കരിച്ചത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച നിസ്കാരമാകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി അറബിയിൽ നിസ്കരിക്കണം. എന്നാലേ റസൂലുള്ളാഹിനെ പിന്തുടർന്നവരാകൂ, എന്നാലേ ജുമാ സഹീഹാകൂ. ഈ പാവപ്പെട്ട പേരോട് ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിൽ എഴുതി വെച്ചതാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. അങ്ങനെ അറബിയിൽ മാത്രമുള്ള ഖുതുബ. നിങ്ങൾ ഓർക്കണം, അന്ന് മാസികകളില്ല, വാരികകളില്ല, പത്രങ്ങളില്ല, ഇന്നത്തതുപോലെയുള്ള സംവിധാനങ്ങളില്ല. എന്നിട്ടും ആ ഖുതുബ അവരതാ മറ്റ് ഭാഷയിലാക്കി മാറ്റിയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ആരാധനാ കർമ്മം അത് മാറ്റാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല. നിസ്കാരത്തിന്റെ റകഅത്ത് വർദ്ധിപ്പിക്കാൻ അധികാരമുണ്ടോ? കുറക്കാൻ അധികാരമുണ്ടോ? ഹജ്ജിന്റെ അമല് മാറ്റാൻ അധികാരമുണ്ടോ? എറിയുന്ന സ്ഥലം മാറ്റാൻ അധികാരമുണ്ടോ? സഫാ മർവയുടെ ഇടയ്ക്കുള്ള ആ നടത്തം അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ അധികാരമുണ്ടോ? ഇതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂല് അറബിയിലാ നിസ്കാരം പഠിപ്പിച്ചത്, അറബിയിലാ ബാങ്ക് പഠിപ്പിച്ചത്, അറബിയിലാ ഖുതുബ പഠിപ്പിച്ചത്, അറബിയിലാ സലാം ചൊല്ലാൻ പഠിപ്പിച്ചത്, അറബിയിലാ ദിക്ർ പഠിപ്പിച്ചത്, അറബിയിലാ സലാത്ത് പഠിപ്പിച്ചത്. അത് മാറ്റാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് ഫതുഹുൽ മുഈനിൽ പറഞ്ഞു, അതുപോലെ ഇമാം മഹല്ലി പറഞ്ഞു, ഇമാം നവവി പറഞ്ഞു, ഇമാം റാഫി പറഞ്ഞു, ഇമാം ഗസാലി പറഞ്ഞു, എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു അറബിയിലാകൽ നിബന്ധനയാണ്. കാരണം അങ്ങനെയല്ലാതെ ലോകത്തൊരു മുസ്ലിമും ചെയ്തിട്ടില്ല, ഒരു പണ്ഡിതനും ഇന്നേ വരെ ഖുതുബ ഓതിയിട്ടില്ല എന്നതാ 200ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ ഏതെല്ലാം കിതാബുകളുണ്ടോ, അള്ളാന്റെ റസൂലിന്റെ കാലം മുതൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതിയ ഏതെല്ലാം കിതാബുകളുണ്ടോ ആ കിതാബുകളൊക്കെയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. എല്ലാവരും പറയുന്ന ഇത്തിബായി സലഫി വൽ ഖലഫി, സലഫി എന്ന് പറയുന്ന മുൻഗാമികളും അതിന്റെ ശേഷമുള്ള പിൻഗാമികളും അറബിയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. അതുകൊണ്ട് അറബി അല്ലെങ്കിൽ ഖുതുബ. ഫതുഹുൽ മുഈൻ പറയുന്നു, തുഹഫ പറയുന്നു, നിഹായ പറയുന്നു, മുഗ്നി പറയുന്നു, അതേ ഇമാം മഹല്ലി പറയുന്നു, ഇമാം റാഫി പറയുന്നു, ഇമാം നവവി പറയുന്നു, എല്ലാ ഇമാമിങ്ങളും പറയുന്നു. ഞാൻ വേദനയോടെ പറയട്ടെ, ആളുകളൊക്കെ നിസ്കരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളെ നിസ്കരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് സാധാരണ ചിലർ പറയാറുണ്ട്. പക്ഷേ ഞാൻ വേദനയോടെ പറയട്ടെ, ആ തബ്ലീഗ് ജമാഅത്തുകാർ നടത്തുന്ന തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ മലയാളത്തിലല്ലേ ഖുതുബ ഓതുന്നത്? കുറെ ജനങ്ങളുടെ ഖുതുബയും ജുമഅയും ബാത്തിലാക്കിയിട്ട് അതാ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾക്ക് ആഖിറത്തിൽ കിട്ടാൻ പോകുന്നത് എന്താണ്?
ആഖിറത്തിനെ പേടിച്ചിട്ട് ജനങ്ങളെ നിസ്കാരം നടക്കണമെന്ന ഉദ്ദേശത്തിലാണ് തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ തലശ്ശേരിയിൽ വെച്ച് ചോദിച്ചു. അന്ന് ഞാൻ അതാ മുതഅല്ലിമായിരുന്ന കാലത്ത് അവിടെ ഖുതുബ ഓതിയത് ചുഴലി അബ്ദുള്ള മൗലവി എന്നൊരു മൗലവിയായിരുന്നു. ആ മൗലവി അവിടെ വെച്ച് എന്നെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചപ്പോ പുല്ലൂക്കര ജമാഅത്ത് വഴി ഓതി പഠിക്കുന്ന കാലത്ത് ഞാൻ കിതാബും കെട്ടുമെടുത്തിട്ട് തലശ്ശേരിയിലെ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ ഞാൻ ഇന്ന ദിവസം വരുമെന്ന് നോട്ടീസ് ഇറക്കി കിതാബും എടുത്തിട്ട് ഞാൻ കിതാബും എടുത്ത് ആ മൗലവിയെ കാത്തിരുന്നു. ആ മൗലവിക്ക് കത്ത് ഞാൻ മൊയ്തു മാസ്റ്ററുടെ കയ്യിൽ കൊടുത്തയച്ചു. അദ്ദേഹം ആ കത്ത് കൈപ്പറ്റി വരുമെന്ന് പറഞ്ഞു. പക്ഷേ വാക്ക് അതാ പാലിച്ചില്ല. ഞാൻ അവിടുന്ന് പ്രസംഗിച്ച് ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിച്ച് മടങ്ങിപ്പോത്. പിന്നീട് സുഹൃത്തുക്കളെ, തലശ്ശേരിയിലെ മറ്റ് പള്ളികളിൽ ഖുത്ബ മലയാളത്തിലാക്കാൻ തീരുമാനിച്ചിരുന്ന പലരും എന്റെ ആ പ്രസംഗത്തോടെ അത് നിർത്തിവെച്ചതുകൊണ്ട് തലശ്ശേരിയിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഖുത്ബ ബാത്തിലാകാതെ അല്ലാഹു തആല ഒപ്പിച്ചു തന്നു. പക്ഷെ ഇന്നും തബ്ലീഗ് ജമാഅത്തുകാർ നടത്തുന്ന സ്റ്റേഡിയം പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകളെ ജുമാ ബാത്തിലാക്കുകയല്ലേ? ചോദിക്കട്ടെ, തബ്ലീഗ് ജമാഅത്ത് സുന്നത്ത് ജമാഅത്തുമായി ബന്ധമുള്ളതാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു സുന്നത്ത് ജമാഅത്തുണ്ടോ? സഹാബത്ത് പഠിപ്പിക്കാത്ത സുന്നത്ത് ജമാഅത്തുണ്ടോ? ഇമാമിങ്ങൾ പഠിപ്പിക്കാത്ത സുന്നത്ത് ജമാഅത്തുണ്ടോ? എന്തിന്റെ പേരിലാ തബ്ലീഗ് ജമാഅത്തുകാര് മലയാളത്തിൽ ഖുത്ബ ഓതുന്നത്? ഞാനത് നീട്ടി ഇവിടെ സംസാരിക്കുന്നില്ല. അതുപോലെ എന്റെ സ്നേഹിതനായ ഒരു ഡോക്ടർ, അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിലേക്ക് പോയി കുറെ കാലം പ്രവർത്തിച്ചപ്പോ വടകരക്കാരനാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൽ ഞാൻ കണ്ടു, അതേ തൗഹീദിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല തൗഹീദ് ഉള്ളത് മുജാഹിദിനാണെന്ന് കണ്ടു. ഇന്നാലില്ലാ, പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൗഹീദാണോ? പടച്ചവൻ അവയവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തൗഹീദാണോ? പടച്ചവനെ സംബന്ധിച്ച് അനുയോജ്യമല്ലാത്ത പറഞ്ഞാൽ തൗഹീദാണോ? ഞാൻ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. അപ്പൊ സുഹൃത്തുക്കളെ, തബ്ലീഗ് ജമാഅത്തുകാർ, ഞാൻ ഒരൊറ്റ ഉറുദു പുസ്തകം വായിക്കുന്നില്ല. ഏത് മലയാളിക്കും പച്ചയായി മനസ്സിലാകുന്ന രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പച്ച മലയാളത്തിൽ എഴുതിയ പുസ്തകത്തിൽ ശരിയായ തൗഹീദാണ് മുജാഹിദിന്റേതെന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് വടകരയിലെ ഡോക്ടർ എഴുതിയിരിക്കുന്നു. പിന്നെയോ, നേരത്തെ എന്നെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച ആ ചുഴലി അബ്ദുള്ള മൗലവി തബ്ലീഗ് ജമാഅത്തിൽ കുറെ കാലം പ്രവർത്തിച്ച് കൂടുതൽ കാര്യം കിട്ടുന്നത് മുജാഹിദിൽ കൂടിയാലാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇപ്പോൾ അദ്ദേഹം മുജാഹിദിന്റെ ഖതീബായി. അതേ തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ ശിർക്കാണെന്ന് പച്ചയായി പ്രസംഗിച്ച്, ബറക്കത്തിനെതിരെ കറാമത്തിനെതിരെ പ്രസംഗിച്ച് ഇപ്പോൾ അദ്ദേഹം അതാ അവിടെ തലശ്ശേരി താലൂക്കിലെ മുജാഹിദ് പള്ളിയിലെ ഖതീബല്ലേ. അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന് വേണ്ടി എത്ര പ്രസംഗിച്ചു നടന്ന ആളായിരുന്നു. ഓ മോമിനീങ്ങളെ, നമ്മളെ ഈമാൻ കവർന്നെടുക്കാൻ, നമ്മളെ ഇസ്ലാം നശിപ്പിക്കാൻ ആരെങ്കിലും വല്ല സംഘടനകളും ഇറക്കുമതി ചെയ്യുമ്പോ നമ്മളെ ഈമാൻ നമ്മൾ തന്നെ രക്ഷിക്കണ്ടേ? നമ്മളെ ഇസ്ലാം നമ്മൾ തന്നെ നോക്കണ്ടേ? അതിനുവേണ്ടി ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പടച്ച റബ്ബേ, തബ്ലീഗ് ജമാഅത്തിൽ പെട്ടുപോയ എത്രയോ നല്ല ജനങ്ങളുണ്ട്. മുജാഹിദിൽ പെട്ടുപോയ എത്രയോ നല്ല മനസ്സുള്ളവരുണ്ടാകാം. ജമാഅത്ത് ഇസ്ലാമിയിൽ പെട്ടുപോയവരുണ്ടാകാം. അവർക്കൊക്കെ നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. അവരാരും നരകത്തിൽ കടക്കണമെന്ന നിലയ്ക്ക് ചേർന്നതല്ല, അതൊരു ശരിയായ തെറ്റല്ല, ശരിയായ പ്രസ്ഥാനമാണെന്ന നിലയ്ക്ക് കൂടിപ്പോയവരാണ്. അവർക്കൊക്കെ നീ അവർക്കൊക്കെയും പുനർചിന്തനം നടത്താനുള്ള സന്മനസ് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ മുസ്ലിം ഉമ്മത്തിൽ മദ്യപിച്ചു പോകുന്നവരോ, അല്ലെങ്കിൽ വ്യഭിചരിച്ചു പോയവരോ, നിസ്കാരം ഒഴിച്ചു പോകുന്നവരോ, കുടുംബബന്ധം മുറിക്കുന്നവരോ, അയൽവാസികൾക്ക് ശല്യം ചെയ്യുന്നവരോ, അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരോ, തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്നവരോ, നിന്റെ ദീനിൽ പാടില്ലാത്ത വിഷയങ്ങൾ ചെയ്യുന്ന ഏതെല്ലാം കക്ഷികളുണ്ടോ അവർക്കും ഞങ്ങൾക്കും ഒക്കെ നല്ല മനസ്സ് തന്ന് ഞങ്ങളെല്ലാവരെയും മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും നീ ചേർത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മുഴുവനും നീ മാപ്പാക്കണേ അല്ലാഹ്. ഓ സഹോദരന്മാരെ, കേരളത്തിൽ വന്ന് ദീന് പഠിപ്പിച്ച മഹാന്മാർ അവരറബിയിൽ ഖുത്ബ പഠിപ്പിച്ചു. അത് പറ്റൂലാന്ന് ഇവിടെ ആർക്കും അഭിപ്രായമില്ല. കാരണം ഹജ്ജിന് പോയി മടങ്ങി വന്നതിന് ശേഷം
മലയാളത്തിൽ ഖുതുബ പോകുന്ന ഒരു മൗലവിയും മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ജുമാ മടക്കി നിസ്കരിക്കുന്നത് നമ്മൾ കാണാറില്ല. എല്ലാ ഭാഷക്കാരും ഇല്ലേ മക്കയിലും മദീനയിലും? ഒറ്റ ഭാഷയിലല്ലേ ഖുതുബ നടക്കുന്നത്? അത് സഹീഹാണെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? നമ്മളെ നിസ്കാരം ബാത്തിലായി എന്നിട്ട് മഹ്ശറയിലെത്തിയിട്ട് എന്റെ നിസ്കാരന്റെ ജുമാ പോയല്ലോ അല്ലാ, ഞാൻ എത്ര ഓടിക്കരച്ചിട്ടാ ജുമാക്ക് പോയത്, എത്ര വണ്ടി കയറിയിട്ടാ പോയത്, എത്ര വിഷമിച്ചിട്ടാണ് എന്റെ ജോലിയും നിർത്തി പോയത്, എന്റെ ജുമാ ഫലവത്തായില്ലല്ലോ അല്ലാ, എന്റെ ജുമാ ബാത്തിലായി പോയല്ലോ അല്ലാ എന്ന് മലയാളത്തിൽ ഖുതുബയിൽ പങ്കെടുത്ത ആളുകൾ അവിടെ വെച്ച് കൈകടിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടോ മുസ്ലിമീങ്ങളെ? ഖുതുബ അറബിയിൽ അല്ലെങ്കിൽ ജുമാ ബാത്തിലാണെന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിലുള്ള ആധുനിക ഒരു പണ്ഡിതനാണോ? എന്നെപ്പോലുള്ള ഒരു മനുഷ്യനാണോ? പഠിച്ച റബ്ബേ, നിന്റെ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞത് ഉദ്ധരിക്കാനല്ലാതെ എനിക്ക് സ്വന്തം പറയാൻ എനിക്ക് അർഹതയില്ല അല്ലാഹ്. അതുകൊണ്ട് തന്നെ നിന്റെ ഇമാമിങ്ങൾ അവർ വലിയ മഹാന്മാരും അവർ വലിയ പണ്ഡിതന്മാരും വലിയ കറാമത്തുള്ളവരും വലിയ സൂക്ഷ്മതയുള്ളവരും അല്ലാഹ്. അവരെ കിതാബിൽ കണ്ടതല്ലാതെ ഞങ്ങൾ ഈ സമുദായത്തോട് പറഞ്ഞിട്ടില്ല അല്ലാഹ്. ഈ സമുദായത്തെ ആര് പേഴ്പ്പിക്കുന്നുണ്ടോ ഞങ്ങൾ ഉത്തരവാദിയല്ല അല്ലാഹ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, അവിടെ എത്തിയിട്ട് ഇമാം നവവിയെ ഞാൻ അംഗീകരിച്ചില്ല, ഇമാം ഗസാലിയെ ഞാൻ അംഗീകരിച്ചില്ല, ഇമാം റാഫിയെ ഞാൻ അംഗീകരിച്ചില്ല, ഞാനൊരു മൗലവി പറഞ്ഞത് സ്വീകരിച്ചു എന്ന് പടച്ചവനോട് പറഞ്ഞാൽ ആ ജുമാ ബാത്തിലാക്കിയതിന് അതേ അവിടെ വെച്ച് കൈകടിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ മാലിക് ഇബ്നു ദീനാർ വന്ന് പഠിപ്പിച്ചത് അറബിയിലുള്ള ഖുതുബയല്ലേ? ഇനിയോ മുസ്ലിമീങ്ങളെ, ആ മഹാന്മാര് വന്ന് 20 റക്അത്ത് തറാവീഹ് പഠിപ്പിച്ചു അല്ലേ? ഇന്നും മക്കയിലും മദീനയിലും 20 റക്അത്ത് തറാവീഹല്ലേ? ആ തറാവീഹ് എത്രയോ കാലം ഇവിടെ നിസ്കരിച്ചു വന്നതല്ലേ? അതാ ഒരു കൂട്ടർ ഇറങ്ങിയിട്ട് പറഞ്ഞു അത് 8ആണെന്ന്, വേറൊരു കൂട്ടർ പറഞ്ഞിട്ട് പറഞ്ഞു അത് 11ആണെന്ന്. ഇന്നും തർക്കം അവരത് തീർന്നിട്ടില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കൂ, കഅബയിലേക്ക് തിരിഞ്ഞ് ഇമാമത്ത് നിസ്കരിക്കുമ്പോ അവിടെ അതാ ലക്ഷക്കണക്കിന് ആളെയും കൂട്ടി നിസ്കരിക്കുന്നത് 20 അല്ലേ? മദീനയിൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ 20 അല്ലേ? ആ 20 സഹാബത്തിന്റെ കാലം മുതൽക്ക് നടക്കുകയാണെന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫത്വാവിൽ എഴുതി വെച്ചിട്ടില്ലേ? നമ്മളെ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതോടെ നിൽക്കട്ടെ, എല്ലാ സലഫിയും എല്ലാ മുജാഹിദും എല്ലാ ജമാഅത്തുകാരനും എല്ലാ തബ്ലീഗുകാരനും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനല്ലേ ഇബ്നു തൈമിയ്യ? അദ്ദേഹത്തിന്റെ ഫത്വാവിലല്ലേ അദ്ദേഹം പറഞ്ഞത് ഖുലഫാഉർ റാഷിദീങ്ങളെ കാലത്ത് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ആ 20 റക്അത്ത് വലിച്ചെറിഞ്ഞിട്ട് പരിശുദ്ധ റമദാനിലെ രാത്രിയിൽ 20 റക്അത്ത് നിസ്കരിക്കുന്നവരൊക്കെ നരകത്തിലാണെന്ന് ഫത്വയും കൊടുത്ത് 4 മദ്ഹബിന്റെ ഇമാമികളെ നരകത്തിലാണെന്ന് ഫത്വ കൊടുത്ത് എല്ലാ ഇമാമിങ്ങളും നരകത്തിലാണെന്ന് ഫത്വ കൊടുത്തിട്ട് ഓ മുഅ്മിനീങ്ങളെ 20 റക്അത്ത് തറാവീഹിനെ നിശിതമായി വിമർശിച്ച് 8ഓ 11ഓ റക്അത്ത് നിസ്കരിച്ച് പോയവൻ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ആ ഇമാമിങ്ങളെ പ്രതിപക്ഷത്ത് നിർത്തിയിട്ട് ഇമാമിങ്ങളെ മറികടക്കാൻ വല്ല മൗലവിക്കും കഴിയുമെന്ന് തോന്നുന്നുണ്ടോ മുസ്ലിമേ? റബ്ബിന്റെ കോടതിയിൽ ഈ മൗലവിമാരെ പിന്നാലെ പോയാൽ നമ്മൾ ആഖിറത്തിൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കേണ്ടതില്ലേ? മൂന്നാമത് ഈ പറയട്ടെ, ഒരു മരിച്ച വീട്ടിലെത്തിയിട്ട് ആ മരിച്ച മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതി ദുആ ചെയ്യുമ്പോ അങ്ങനെ വല്ലവനും ഖുർആൻ ഓതിയാൽ യൻഫഉ ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിനും തർക്കമില്ലാതെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അത് ഫലം കിട്ടുമെന്ന് ഇബ്നു തൈമിയ്യ സലഫി പണ്ഡിതനാണെന്ന് അവിടെ മുജാഹിദുകൾ പറയുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫത്വാവയിൽ എഴുതി വെച്ചിട്ടില്ലേ? ഒരു മുസ്ലിമിനും തർക്കമില്ല, മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലം കിട്ടുമെന്നതിൽ തർക്കമില്ല. യൻഫഉ ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ. അതുപോലെ മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്താൽ മയ്യത്തിന് ഫലം കിട്ടുമെന്നതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. അമ്മത്തസദ്ദുഖു അനിൽ മയ്യിതി ലിമൻ യഖ്റഉൽ ഖുർആന വഗൈരിഹിം
എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്നിട്ട് മരിച്ച പേരിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് മരിച്ചുപോയ ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും എന്തെങ്കിലും കിട്ടട്ടെ എന്ന് മനസ്സിലാക്കുമ്പോ, അവരുടെ പേരിൽ ധർമ്മം കൊടുക്കുമ്പോ അതൊക്കെയും തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കട്ടെ, ബാപ്പ ഉണ്ടാക്കി വെച്ച സ്വത്ത്, ബാപ്പ ഉണ്ടാക്കി വെച്ച ബിസിനസ്, ബാപ്പ ഉണ്ടാക്കി വെച്ച അതേ തൊഴില്, ബാപ്പ ഉണ്ടാക്കി വെച്ച വസ്തു ഉപയോഗിക്കുന്ന മക്കള്, അവരെ ബാപ്പക്ക് വേണ്ടി അവര് ചെയ്തിട്ടുണ്ട്, അവരെ ബാപ്പക്ക് അവര് ചെയ്തിട്ടുണ്ട്. ആ സ്വത്തിപ്പോൾ മൗലൈമാരെ വിശ്വസിക്കുന്നവരെ കൈ കിട്ടിയപ്പോ ബാപ്പാക്ക് പിന്നെ ഒന്നും കിട്ടുന്നില്ല, ഖബറിൽ വരുമാനമില്ല. ഈ ബാപ്പടോ, നിന്നെ എന്റെ സ്വത്ത് കൈകാര്യം ചെയ്തവനല്ലേ, എന്റെ ബാപ്പയുടെ പേരിൽ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ലേ, എന്റെ ബാപ്പാന്റെ പേരിൽ ഞാൻ ഖുർആൻ ഓതിയിട്ടില്ലേ, അത് നിന്നെ ഞാൻ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ലേ, ഞാനത് നടപ്പാക്കി കാണിച്ചു തന്നിട്ടില്ലേ, എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോടൊരു നന്ദി ചെയ്തില്ലെന്ന് മരിച്ചുപോയ ബാപ്പമാര് പടച്ചറബിന്റെ കോടതിയിൽ പറയുമ്പോ, ഈ മൗലവിമാരെ വിശ്വസിച്ച കക്ഷികൾ ഞങ്ങൾ മൗലവിയെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ബാപ്പ ഉമ്മാന്റെ മുന്നിൽ മറുപടിയാകുമോ? എന്നാൽ എല്ലാ മൗലവിമാരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ അത് മരിച്ചവർക്ക് ഉപകരിക്കുമെന്ന് എഴുതി വെച്ചിട്ടില്ലേ? മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്കാലോചിക്കണം. പരിശുദ്ധ ഇസ്ലാം അത് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഇവിടെ വന്ന് പഠിപ്പിച്ചു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നീണ്ട വഅദ് കേൾക്കേണ്ടവർക്ക് എല്ലാ വിഷയത്തിലും CD ഉണ്ട്. സൂറത്ത് യാസീൻ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥവും വിശദീകരണവും അതിന്റെ CD ഉണ്ട്. സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാൻ സൂറത്ത് ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്. അതുപോലെ ഒരുപാട് CDകൾ ഉണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈമാനിനെ സംബന്ധിച്ച് മാത്രം സംസാരിച്ച CD ഉണ്ട്. മദ്യപാനം, വ്യഭിചാരം ആ വിഷയത്തിൽ മാത്രം പ്രസംഗിച്ച CD ഉണ്ട്. ഇന്ന് ഞാൻ ഒരാൾക്ക് ഹദിയ കൊടുത്തു. തൃശ്ശൂർ ജില്ലയിൽ ഒരാൾക്ക് സൂറത്ത് യാസീന്റെ ഒരു സെറ്റ്, സൂറത്തുർ റഹ്മാന്റെ ഒരു സെറ്റ്, അതുപോലെ തന്നെ ഈമാനിനെ സംബന്ധിച്ചുള്ള ഒരു സെറ്റ്, കൂട്ടത്തില് മദ്യപാനവും വ്യഭിചാരവും ഉള്ള CD കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഒരു 100 ഇപ്പൊ തന്നെ എന്റെ വകയിൽ എടുത്തിട്ട് ഇവിടെ ഒക്കെ വിതരണം ചെയ്യണോ എന്ന് പറഞ്ഞു. വലിയ വിപത്തായിട്ട് നടക്കുകയാണ് മുസ്ലിം ഉമ്മത്തിൽ മദ്യപാനവും വ്യഭിചാരവും. അള്ളാഹു നന്നാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, വ്യഭിചാരത്തെക്കുറിച്ച്, മദ്യപാനത്തെക്കുറിച്ച്, നിസ്കരിക്കാതിരിക്കുന്നതിനെക്കുറിച്ച്, കുടുംബബന്ധം മുറിക്കുന്നതിനെക്കുറിച്ച്, ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടുന്നതിനെക്കുറിച്ച്. സുബ്ഹാനല്ലാഹ്, ഞാൻ വേദനയോടെ പറയാണ്, ഇന്നലെ രാത്രി ഞാൻ വിളിക്കേണ്ടി വന്നു ഒരു വ്യക്തിയെ, വിദേശത്തുള്ള ഒരാളെ ഭാര്യയുമായി തെറ്റിയിട്ട് അദ്ദേഹം ഞാനെന്തിനു ജീവിക്കണം എന്ന് ചിന്തിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ. വിവാഹം എന്നൊരു വിഷയം 5 ദിവസം ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്. ജനങ്ങൾക്ക് പഠിക്കാനും നന്നാകാനുമാണ് നമ്മുടെ ദീനീ പ്രവർത്തനം. അല്ലാഹു അത് ഖബൂൽ ചെയ്യട്ടെ. ചിലർക്ക് തോന്നും എവിടെ നോക്കിയാലും ഈ പുത്തൻവാദികളെ പറയലാണ് നമുക്ക് ജോലി, നല്ലതല്ല, അത് വളരെ കുറച്ച് മരുന്നാണ്, അത് ആവശ്യത്തിന് മാത്രം. മരുന്ന് ആവശ്യത്തിന്, ഭക്ഷണമാണ് നമ്മൾ കൂടുതൽ കൊടുക്കുക, മരുന്ന് ആവശ്യത്തിന് മാത്രം. ഓ സുഹൃത്ത്, ഇത് ഒരു ചെറിയ മെഡിക്കൽ ക്യാമ്പാണ്, അവിടെ കുറച്ച് ആവശ്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, അത് മരുന്നാണ്, ആവശ്യത്തിന് മാത്രം. നമ്മുടെ മുസ്ലിമീങ്ങളായി ജീവിക്കണം, തീവ്രവാദികളാകരുത്. ഇസ്ലാം, ജിഹാദ്, ഭീകരത. ഞാൻ 4 മണിക്കൂറോളം മദ്രാസിൽ വെച്ച് പ്രസംഗിച്ചു. എന്റെ CD കേട്ട് നോക്കണം നിങ്ങൾ. മുസ്ലിമീങ്ങൾ ഭീകരവാദികളാകാൻ പാടില്ല, വർഗീയവാദികളാകാൻ പാടില്ല. നമുക്ക് ദീനായി പറയണം. ഒരുപടി CDകളുണ്ട്, നിങ്ങൾക്ക് വാങ്ങി കേൾക്കാം. സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാൻ സൂറത്തിൽ ജിന്നുകളെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ വലിയ ജിന്ന് ചർച്ചയാണ്. ജിന്ന് ചർച്ച കണ്ടിട്ടൊന്നും പറഞ്ഞല്ല, നമ്മളെ ഉത്തരവാദിത്തമാണ് പഠിച്ചത് പറയല്. വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ജിന്ന് കൂടിയ ചില മനുഷ്യന്മാരുണ്ട്, ജിന്ന് ശരീരത്തിൽ കയറി സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എന്റെ ശരീരത്തിൽ ബദരീങ്ങൾ ഇറങ്ങുന്നു, മുഹീദ്ദീൻ ഷെയ്ഖ് ഇറങ്ങുന്നു, റിഫായി ഷെയ്ഖ് ഇറങ്ങുന്നു, അതുപോലെ വേറെ ഷെയ്ഖ് ഇറങ്ങുന്നു. കേൾക്കുന്ന സാധാരണക്കാർക്കൊന്നും ഷെയ്ഖന്മാരൊക്കെ അങ്ങനെ ഇറങ്ങുകയാണ്. അല്ലല്ല, അതിങ്ങനെ ഷെയ്ഖന്മാർ ഇറങ്ങുന്ന എയർപോർട്ടൊന്നല്ലത്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഷെയ്ഖന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങുകയെ. നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലത്തെ എയർപോർട്ടാണ് അയാള്. അതൊക്കെ ജിന്നാണ്. ജിന്ന് പലതും പറയും. ജിന്നിന്റെ കൂട്ടത്തിൽ പലതും ഉണ്ടാവും. മുസ്ലിം കൊണ്ടല്ലാത്തോ, ചിലത് പറ്റിക്കൂ, ചിലത് നേരും പറയും, ചിലത് കളവും പറയും. അത് വലിയ സംഭവമാണ്. ജിന്നുകളെ പറ്റി ഞാൻ കുറെ ആ പ്രസംഗത്തിൽ സൂറത്തുർ റഹ്മാൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. അതുല്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുല്യ പ്രവാചകർ എന്നേ ഞാൻ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുള്ളൂ. അതുകൊണ്ട് എന്റെ CD ഒരൊറ്റൊന്നും വേറെ ആൾ എന്നോട് ചോദിക്കാതെ ഇറക്കാൻ പാടില്ല. പേരെന്നോട് ചോദിക്കണം, എന്നോട് എഡിറ്റ് ചെയ്ത് വാങ്ങണം. അല്ലാതെ ഒരു CD ഒരാൾ ഇറക്കാൻ പാടില്ല. ഇറക്കുന്നത് എനിക്കൊട്ട് ഇഷ്ടമല്ല. ഇത് ഇറക്കിയ CD നമ്മളാളുകളിൽ നിന്ന് ഇറക്കിയതാണ്. അതുകൊണ്ട്
വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുറ്റ്യാടി പബ്ലിക്കേഷൻസിൽ ഞാൻ പേരെഴുതി കൊടുക്കും. ഞാൻ പേരെഴുതി കൊടുക്കും. ഞാൻ വിഷയം പറഞ്ഞു. കാരണം ഇവിടുന്ന് പ്രസംഗിച്ച് ഇതേ പ്രസംഗം ചിലപ്പോൾ നാളെ കണ്ണൂരിൽ പ്രസംഗിക്കും. ഇവിടുന്ന് പിടിക്കുമ്പോൾ അവിടുന്ന് പോയി പിടിക്കും. എന്നിട്ട് 2 പേരിൽ ഇറക്കും. ഒരേ കക്ഷി വാങ്ങിക്കുക 2 CD ഒന്നായിരിക്കും. വാങ്ങിയവന് നഷ്ടമായി. അതുകൊണ്ട് എൻ്റെ CD ഞാൻ തന്നെ ഇറക്കും. കുറ്റ്യാടി പബ്ലിക്കേഷൻസ് കൊടുത്തതാണ്. വേറൊരു കുട്ടി ഇറക്കാൻ പാടില്ല. ഇറക്കുകയാണെങ്കിൽ എന്നോട് സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ഇറക്കാൻ പാടുള്ളൂ. ആളുകളെ വഞ്ചിക്കാൻ പാടില്ലല്ലോ. ഒരേ 2 പേരിലായിരിക്കും ഒരേ CD ഇറക്കുന്നത്. ഒരേ വിഷയമായിരിക്കും. ആളുകൾ വഞ്ചിതരാവില്ലേ? ആളുകൾ വെറുതെ പൈസ കൊടുക്കുക. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ മഹാന്മാരായ സഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ കഠിനാധ്വാനം ചെയ്തു പറ്റിയ ദീൻ, ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമല്ലേ സാധുക്കളായ നമ്മളെ കൈവശത്തിലെത്തിയത്. ചോദിക്കട്ടെ, അവരൊക്കെ പഠിപ്പിച്ച് നിലനിർത്താൻ വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? അല്ല, അവർ പഠിപ്പിച്ചത് തകർക്കാനാണോ നമ്മൾ ജീവിക്കേണ്ടത്? അവർ പഠിപ്പിച്ചത് നിലനിർത്താനല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? അവർ പഠിപ്പിച്ചതൊക്കെ വെട്ടിമുറിച്ച് നശിപ്പിക്കാനാണോ ജീവിക്കുന്നത്? അവർ പഠിപ്പിച്ച 20 റക്അത്ത് തെറ്റാക്കാനാണോ? അവർ പഠിപ്പിച്ച അറബിയിലുള്ളത് മലയാളമാക്കാനാണോ? അവർ പഠിപ്പിച്ച ദീന് മാറ്റാനാണോ നമ്മൾ ജീവിക്കേണ്ടത്? അല്ല, അവർ പഠിപ്പിച്ചത് നിലനിർത്താനാണോ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. അവര് പഠിപ്പിച്ചത് ഇവിടെ നിലനിർത്തണം. അത് നിലനിർത്തുന്ന കക്ഷികൾക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം വിശ്വസിക്കുന്ന സുന്നികൾ, അതിലൊരു പക്ഷേ ഒന്നിലധികം സംഘടനക്കാരുണ്ടാകാം. അവർ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ അടിസ്ഥാനപരമായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് സംഘടനയിൽപ്പെട്ട സുന്നിയും തമ്മിൽ തല്ലേണ്ടതില്ല, അതിന്റെ പേരിൽ ബഹളം വെക്കേണ്ടതില്ല, ആരും ആരെയും നിന്ദിക്കേണ്ടതില്ല, ആരും ആരെയും കുറ്റം പറയേണ്ടതില്ല. മറിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി അള്ളാന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. അതിനാണ് നാം എന്തിന് ഭിന്നിക്കണം എന്ന എന്റെ CD ഞാൻ ഇറക്കിയത്. നമ്മൾ സുന്നികൾ ഭിന്നിക്കേണ്ടവരല്ല, ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടവരും ഒന്നിച്ചു നിന്ന് സഹകരിക്കേണ്ടവരുമാണ്. ഇത് അടിസ്ഥാനപരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെട്ടിട്ടാണ് ഞാൻ എന്റെ പ്രസംഗം നടത്തുന്നത്. ഞാൻ എന്റെ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയിട്ടാണ് എന്റെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ എന്റെ റബ്ബിൽ നിന്നും അത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ആ റബ്ബല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. അത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാ. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഗളബ് തുടങ്ങിയ രോഗങ്ങളൊന്നും ഞങ്ങളെ ഖൽബിൽ നീ തന്നേക്കരുത് അല്ലാ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, ഒറ്റക്കെട്ടായി അള്ളാന്റെ ദീൻ നമ്മളിവിടെ നിലനിർത്തണം. അതില്ലെങ്കിലോ അള്ളാന്റെ ദീൻ ഇവിടെ തകർക്കുകയാണ് ചിലര്. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്കിനി മുന്നിൽ വെച്ച് തരാം. നിങ്ങളൊന്ന് നോക്കൂ, ശരിക്കൊന്ന് ചിന്തിക്കൂ. ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ മുന്നിൽ വെച്ചല്ലോ. സുഹൃത്തുക്കളെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോ ഭാര്യയെ 3 തലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ അത് 3 തലാഖായി തന്നെ പരിഗണിക്കണം. അത് അതേ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി അത് പ്രഖ്യാപിച്ച നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഒരു സഹാബിക്കും അതിൽ തർക്കമില്ല. അതുകൊണ്ട് 4 മദ്ഹബിലും തർക്കമില്ല. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. 1973 നവംബറിലെ പ്രബോധനം, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മദ്ഹബിലെ ഇമാമിനും അതിൽ തർക്കമില്ല, 3 തലാഖില്ല, 3 എന്നാൽ അതേ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രബോധനം, ഞാനൊരു മോഡൽ മാത്രം പറയാണ്. 985 മെയ് മാസമായപ്പോ 3 തലാഖും ചൊല്ലിയാൽ അത് 3ആയി കണക്കാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് 1ആയി കണക്കാക്കിയാൽ മതിയാകുമെന്നല്ലേ 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഫത്വ. ഞാൻ ചോദിക്കട്ടെ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെക്കാൾ വിവരമുണ്ടോ പ്രബോധനത്തിൽ ഫത്വ കൊടുക്കുന്ന ആൾക്ക്? സഹാബത്തിനേക്കാൾ വിവരമുണ്ടോ? ചോദിക്കട്ടെ, അങ്ങനെ 3 തലാഖ് ചൊല്ലിയിട്ട് 1ആണെന്ന് ഫത്വ കൊടുത്തതനുസരിച്ച് ഒരു ഭർത്താവ് പോയിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ ആ വ്യഭിചാരത്തിന് മുഴുവനും ജമാഅത്ത് ഇസ്ലാമി ഉത്തരവാദിയല്ലേ?
പടച്ച റബ്ബിന്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രബോധനം വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹ് വെറുതെ വിടുമോ? ഓ സഹോദരന്മാരെ, ഞാൻ തെളിവില്ലാതെ ഒന്നും പറയുന്നില്ല, ആരെയും ചീത്ത പറയുന്നില്ല, തെറി പറയുന്നില്ല. ഞാൻ എന്റെ വേദന നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പരിശുദ്ധ ദീൻ തകർക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾ കാഫിറായി മരിച്ചു പോകുന്നതിനേക്കാൾ വലിയ ഗതികേട് വേറെ വല്ലതുമുണ്ടോ? എന്നാൽ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ, ആ അൽമനാർ പറയുകയാണ്, എപ്പോ 1952 പറയുകയാണ്, നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം, കാഫിറായി പോകുന്ന ബിദഅത്തുണ്ട്, അഥവാ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പുത്തനാശയമുണ്ട്. ആ പുത്തനാശയം ഏതാണ്? മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1952 ജനുവരി 20 അൽമനാർ. ആ അൽമനാറിൽ മുജാഹിദിന്റെ നേതാക്കൾ എഴുതുകയാണ്, കേട്ടോളൂ. ചോദ്യം: മുബ്തദി ഫാസിഖ്, മുബ്തദി കാഫിർ, ഇവർ തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായി ഏതു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുന്നു? ഉദാഹരണം സമഗ്രമായെങ്കിലും വിവരിക്കാൻ അപേക്ഷ. ചോദ്യം ശരിക്കും മനസ്സിലാക്കണേ. മുബ്തദി കാഫിർ, അതായത് പുത്തനാശയക്കാരനായിട്ട് ഇസ്ലാമെന്ന് പുറത്തു പോവുക, അങ്ങനത്തെ മുബ്തദി. ചിലരോ പുത്തനാശയക്കാരനായിട്ട് തോന്നിവാസം ചെയ്യാം. രണ്ടിന്റെ ഉദാഹരണം അറിയണല്ലോ. പുത്തനാശയക്കാരനായതുകൊണ്ട് തോന്നിവാസം ചെയ്യാന്ന് പറഞ്ഞതിൽ പെട്ടതാണ് 3 നിലാക്കിയല്ലാൽ ഒന്നേ പോവുള്ളൂ എന്ന് വിശ്വസിച്ചിട്ട് ആ 3 നിലാക്കിയല്ലാളെ ഉള്ള പെണ്ണിനെയും കൂട്ടി നടക്കുക എന്നുള്ളത്. അത് ഫാസിഖായി പോവാൻ വിദേഹത്തുണ്ട്. അവർ അറബിയിലുള്ള ഹുത്ബ മലയാളം മതി എന്ന് വിചാരിച്ചിട്ട് ജുമാ ബാത്തിലാക്കുക, ഫാസിഖായി പോവാൻ. അങ്ങനത്തെ വിദേഹത്ത്. മറ്റൊന്ന് മുബ്തദി കാഫിർ. ഇങ്ങനെ 2 സൈസ്. അതിന്റെ മാനദണ്ഡം എന്താണെന്ന് അൽമനാറിൽ ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ മറുപടികളൊന്ന് വായിച്ചോളൂ. ഇതിപ്പോ ഞാൻ വിശദീകരിച്ചാണ്. ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടികൾ വേറെ പഠിച്ചോളൂ. ഇത് ഞാൻ എന്റെ ആശയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. മറുപടി കേട്ടോളൂ. ഉത്തരം: ദീനിൽ ഇല്ലാത്തതിനെ ദീനിൽ ഇല്ലാത്തതിനെ ദീനെന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. അത് റെഡിയാണ്. ഇപ്പൊ മലയാളത്തിലുള്ള ഖുത്ബ ദീനിൽ ഇല്ലാത്തതാണ്. അത് ദീന് എന്നുള്ള നിലക്ക് ചെയ്യുമ്പോൾ അയാൾ മുബ്തദി ആകുകയാണ്. 3 നിലാക്കില്ല ഒന്നേ പോവുള്ളൂ എന്നുള്ളത് ദീനിൽ ഇല്ലാത്തൊരു നിയമമാണ്. അങ്ങനെ നിയമം പറയുമ്പോൾ അവ മുബ്തദി ആകുകയാണ്. അത് ശരിയാണ്. പറഞ്ഞത് ശരിയാണ്. ശരി, ആര് പറഞ്ഞാലും ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കണം. നമുക്ക് ഒരു പക്ഷപാതിത്വം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എനിക്ക് കേട്ടോളൂ. അത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിന്റെ മൗലികമായ പ്രമാണങ്ങളിൽപ്പെട്ട വല്ലതും നിഷേധിക്കുന്ന തരത്തിലോ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന നിലയിലോ ഉള്ളതാണെങ്കിൽ ആ ആൾക്ക് മുബ്തദി കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ദീനിന്റെ മൗലിക സിദ്ധാന്തങ്ങൾക്കെതിരായി വിശ്വസിക്കുകയോ അല്ലെ ദീനിൽ ബഹുമാനിക്കേണ്ട സംഗതിനെ നിന്ദിക്കുകയോ ചെയ്യുന്ന നിലക്കുള്ള ഒരു മുബ്തദിയായിപ്പോയി. എന്നാൽ അയാൾക്ക് മുബ്തദി കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയുന്നു. ഇനി നിങ്ങൾ കേട്ടോളി, അതിന് ഉദാഹരണം പറയുന്നത് കേട്ടോളി. അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ എന്തായി? മുബ്തദി കാഫിറായി. അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്ന് വിശ്വസിച്ചാൽ കാഫിറായി, ഇസ്ലാമെന്ന് പുറത്തുപോയി, അവിശ്വാസിയായി. അള്ളാഹുവിന് സ്ഥലമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളൊരു കസേരമേൽ ഇരിക്കുന്നു, ഒരു സ്ഥലത്ത് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താവും പറഞ്ഞേ? കാഫിറാവും. അള്ളാഹ്ക്ക് രൂപമുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാകും. അള്ളാഹ്ക്ക് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാകും എന്ന് മുജാഹിദിന്റെ 1952 ജനുവരി 20 അവരുടെ മുഖപത്രമായ അൽമനാർ പറയുന്നു. എന്നാൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, ഇത് അവരെ മൗലവിമാരൊക്കെ പറഞ്ഞതാണ്. വക്കം മൗലവി എഴുതുന്നു, ദൈവം കാലദേശ സംബന്ധമില്ലാത്തവനാണെന്നും സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കുവാൻ പാടില്ലെന്നുമുള്ളത് ഇസ്ലാം മതത്തിന്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതികളാകുന്നു. ഇസ്ലാം മതത്തിന്റെ മൂലതത്വമാണ് പടച്ചോൻ പ്രത്യേക ഒരു സ്ഥലത്താന്ന് വിശ്വസിക്കാൻ പാടില്ല. മക്കം മൗലവി എഴുതാണ്. മക്കം മൗലവി ഇസ്ലാം മത സിദ്ധാന്ത സമഗ്രഹം
എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുകയാണ്. എനിക്ക് കേട്ടോളി, മുജാഹിദിന്റെ അൽമനാർ വായിച്ചു, വക്കമൗലവിന്റെ ബുക്ക് വായിച്ചു. ഇനി വായിക്കുന്ന മുജാഹിദിന്റെ ഔദ്യോഗിക മുഴുവൻ മൗലവിമാരും കൂടി പുറത്തിറക്കിയ ഖുർആൻ പരിഭാഷ. അത് കേട്ടോളി. ഇസ്തവാ അലൽ അർശ്, അർശിൽ അവൻ ആരോഹണം ചെയ്തു എന്ന വാചകത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അല്ലാഹു തആല ഇസ്തവാ അലൽ അർശ് എന്ന ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ പടച്ചവനെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ്. പടച്ചവനെ സൃഷ്ടികളോട് സമപ്പെടുത്തിയതല്ലേ അബൂജഹൽ ചെയ്ത തെറ്റ്? അതല്ലേ മുശ്രിക്കുകൾ ചെയ്ത തെറ്റ്? അതല്ലേ കാഫിർ? ഇത് വ്യക്തമായി മുജാഹിദിന്റെ പരിഭാഷയും പറയുന്നു. എന്നാൽ 1987 ആയപ്പോ ഉമർ മൗലവിക്ക് തോന്നി പടച്ചവനെ പറ്റി വിശ്വാസമൊന്ന് മാറ്റണം. പടച്ചവനെ പറ്റി വിശ്വാസം മാറ്റാൻ ഉമർ മൗലവി രംഗത്ത് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹു ആകാശത്തിലാണെന്ന് വിശ്വസിക്കലും ആ അർത്ഥത്തിൽ ആംഗ്യം കാണിക്കലുമൊക്കെ അഹ്ലുസുന്നത്തിന്റെ നിലപാടാകുന്നു. ഉമർ മൗലവിന്റെ അഹ്ലുസുന്നത്ത് എങ്ങനെ? അള്ളാഹ് ആകാശത്താന്ന് വിശ്വസിച്ചിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക, അങ്ങുണ്ട് ആംഗ്യം കാണിക്കുക, ആകാശത്തിലാന്ന് വിശ്വസിക്കണോ? വിശ്വസിച്ചാൽ ഭാഗമുണ്ട് സ്ഥലമുണ്ട് വിശ്വസിച്ച കാഫിറാണ് എന്ന് 952 987 ഉമർ മൗലവി അങ്ങനെ വിശ്വസിക്കണം, എന്നാലേ അഹ്ലുസുന്നത്താവുള്ളൂ. പോരാ, ഇനിയും കേട്ടോളി. യഥാർത്ഥത്തിൽ അള്ളാഹു ആകാശത്തിലാണെന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാകുന്നു. അത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാകുന്നു. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല, ഉമർ മൗലവിന്റെ വിശ്വാസമാകുന്നു. അഹ്ലുസുന്നക്ക് അങ്ങനെ വിശ്വാസം ഇല്ലേ ഇല്ല, വല്ലാഹി ഇല്ല. അഹ്ലുസുന്നത്ത് കാഫിരീങ്ങളല്ല, പടച്ചവന് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല, സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല. അല്ല പടച്ചതാണ് ആകാശം. ആ ആകാശം പടക്കുന്നതിന് മുമ്പ് അല്ല ഉണ്ട്. അന്നും അല്ലാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും ആവശ്യമില്ല. പടച്ചവന് മാറ്റമില്ല. അതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. ഇനി ആ ഉമർ മൗലവിയെ പിന്തുടർന്ന മുജാഹിദ് എന്തായി കേട്ടോളൂ. സുഹൃത്തുക്കളെ, ശരിക്കും നിങ്ങൾ മനസ്സിലാക്കൂ. സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതവരുടെ വിവരക്കേടാണ്. എന്തുകൊണ്ടാൽ ഇരുന്നു എന്ന് അള്ളാഹു പറഞ്ഞതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകമാണിത്. ഉമർ മൗലവിയുടെ പുസ്തകമാണിത്. ഉമർ മൗലവി ശരിക്കും നിങ്ങൾ ആലോചിക്കണം. മുജാഹിദിന്റെ അമാനി മൗലവി എഴുതിയ പരിഭാഷ, അത് എല്ലാ മൗലവിമാരും ഒത്തിണങ്ങി എഴുതിയ പരിഭാഷ. അതിൽ അയാളാ പറഞ്ഞത് ഇരുന്നു എന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാമിനെതിരാണ് എന്ന് മുജാഹിദിനല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹ് ഒരു സ്ഥലത്താന്ന് പറഞ്ഞാൽ അത് കാഫിറാഹുന്ന് മുജാഹിദല്ലേ പറഞ്ഞത്. അതേ മുജാഹിദിന്റെ ഉമർ മൗലവി ഇസ്ലാമെന്ന് മുജാഹിദിനെ പുറത്തു ചാടിക്കാൻ വേണ്ടി വാദിക്കുകയാണ്. ഇരുന്നു എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ പറയട്ടെ, അള്ളാഹ് സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയുന്ന ഇരുന്നു എന്നതിന് ഖഅദ എന്നല്ലേ വാക്ക്, ജലസ എന്നല്ലേ അറബി വാക്ക്. അങ്ങനെ ഒരു വാക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലേ ഇല്ല. അള്ളാഹ് സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് ജലസയെന്നോ ഖഅദയെന്നോ ഇല്ലേ ഇല്ല. ഇസ്തവ എന്നാണ് വാക്കുള്ളത്. ആ ഇസ്തവ എന്നതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അതിനിരുന്നു എന്ന് മാത്രമല്ലല്ലോ അർത്ഥം. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇരുന്നു എന്ന് ഖുർആനിലുണ്ടെന്ന് അതാ പടച്ചറബിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞു. ഉമർ മൗലവി പച്ചക്കള്ളം പറഞ്ഞു. എന്നിട്ട് അമാനു മൗലവിയെ അന്ധവിശ്വാസിയാക്കി, വക്കം മൗലവിയെ അന്ധവിശ്വാസിയാക്കി. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ ഓർക്കണം, ഇത് ഈമാനും ഇസ്ലാമുമാണ്. ഈമാൻ നശിക്കുന്ന സംഗതിയാണ്. ഇപ്പൊ മൗലവിമാര് പറയുന്നത് ശരിക്കും മുസ്ലിമീങ്ങൾ മനസ്സിലാക്കും. ചെറിയൊരു ശാഖാപരമായ തർക്കമല്ല ഇത്. കൈ നെഞ്ഞത്ത് കെട്ടുകണോ അല്ല താഴെ കെട്ടണോ? 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും പറഞ്ഞു നിന്നെ ചോടക്കെട്ടണം. ചിലര് പറഞ്ഞു അതേ തീരെ താഴ്ത്തിയിടണം. നെഞ്ഞത്ത് കെട്ടണമെന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വലിയ ഉപകാരമായി പോയി. കാരണം ഇത് കണ്ടാ തുടരണ്ടാന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് വളരെ ഉപകാരമായി പോയി. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ,
അതുപോലൊരു കൈകെട്ടുന്ന വിഷയമല്ല ഇത് മനുഷ്യൻ കാഫിറാകുകയും മുസ്ലിമാകുകയും ചെയ്യുന്ന വിഷയമാണ്. ഇപ്പോൾ മുജാഹിദിന്റെ മൗലവിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിവാദം നടക്കുന്നു. സക്കരിയ സലായി മുസ്ലിക്കാണെന്ന് അതാ കായക്കൊടി മൗലവി പറയുന്നു, അനസ് മൗലവി പറയുന്നു. അനസും കായക്കൊടിയും ശിർക്ക് ചെയ്യുന്നു, അല്ലെ ശിർക്കല്ലാത്തത് ശിർക്കാക്കുന്നു എന്നതാ അപ്പുറത്ത് സക്കരിയ മൗലവി പറയുന്നു. രണ്ടാളും പഴച്ചുപോയി എന്ന് അബ്ദുസലാം മൗലവി പറയുന്നു. ഇവർ മൂന്നാളും പഴച്ചുപോയി എന്നതാ മറ്റേ ഉമർ സുല്ലമി പറയുന്നു. ഈ ഉമർ സുല്ലമി എല്ലാവരും കൂടി പഴച്ചുപോയി എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറയുന്നു. അവരാരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആഖിറത്ത് ഞാനായിക്കോളൂന്ന് ടി.പി. അബ്ദുള്ള കോയ മദനി പറയുന്നു. അത് ഞങ്ങൾ ആഖിറത്ത് ഞങ്ങൾ ആയിക്കോളൂ എന്ന് പറയുന്നു. ഇന്നാലില്ലാ, ഇതാണോ പരിശുദ്ധ ദീൻ? ഇതാണോ പരിശുദ്ധ ദീൻ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കൂ മുസ്ലിമീങ്ങളെ. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇരുന്നു നല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പച്ചക്കള്ളം ഉമർ മൗലവി പറയുന്നു. അമാനി മൗലവി ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിഭാഷ എഴുതിയിട്ട് അയാളത് കണ്ടില്ലേ? ഖുർആനുള്ളത് കണ്ടില്ലേ? അതേ പരപ്പൂർ മൗലവി കണ്ടില്ലേ? ഖുർആൻ ഇങ്ങനെ അങ്ങോളം പരിഭാഷ എഴുതിയിട്ട് എന്തേ അമാനി മൗലവി ഇത് കാണാതിരുന്നത്? ഓ സഹോദരന്മാരെ, തീർന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും അതാ പറയുന്നു. ഇതെന്താ? ഉമർ മൗലവി പറഞ്ഞപ്പോ മുജാഹിദീങ്ങൾ യോഗം ചേർന്ന് ചർച്ച ചെയ്ത് നമ്മൾ അമാനി മൗലവിന്റെ കൂടെ കൂടിയിട്ട് മുസ്ലിം ആകുന്നോ അല്ല ഉമർ മൗലവിന്റെ കൂടെ കൂടിയിട്ട് കാഫിറാകും, നമ്മൾ എന്താ ചെയ്യുന്നത്? കാരണം പഴയ അൽമനാറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹ്ക്ക് ഭാഗമുണ്ട് സ്ഥലം നിന്ന് വിശ്വസിച്ച കാഫിറാവും. അവിടെ നമ്മൾ കാഫിറാകാൻ വേണ്ടി ഉമർ മൗലവി ഒരു പുതിയ തിയറി പറഞ്ഞല്ലോ, അത് നമ്മൾ സ്വീകരിക്കണോ വേണ്ടേന്ന് ഈ മുജാഹിദിന്റെ പണ്ഡിത സഭ ചേർന്നിട്ട് ചർച്ച. നിങ്ങൾ മനസ്സിലാക്കണം, കാഫിറാണോ വേണ്ടേ ചർച്ച. പണ്ട് കാഫിറാന്ന് തന്നെ സംഗതി അത് ഇസ്ലാമായി പ്രഖ്യാപിക്കണോ എന്ന് ചർച്ച ചെയ്ത്. ആ ചർച്ച ചെയ്തിട്ട് എവിടെ ചേർന്നു യോഗം? മദീനത്തുൽ ഉലൂമിൽ ചേർന്നു, KJU നിർവാഹക സമിതി. എന്നിട്ട് 2001 ജൂൺ 4 നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെ പൗരോഹിത്യം. എന്നിട്ട് ആ യോഗത്തില് തീരുമാനം, തൗഹീദിൽ പരിഗണിക്കപ്പെടുന്ന 3 മൂലകങ്ങൾ റുബൂബിയ്യത്ത്, വലാൽ, ഹാക്കിമിയത്ത് എന്നിവയാണെന്ന സിദ്ധാന്തം നാം ഇതുവരെ പുലർത്തിപ്പോന്ന അടിസ്ഥാന ആദർശത്തിനുള്ള വ്യതിയാനമാണ്. ഹാക്കിമിയത്തും വലാവും തൗഹീദിൽ പരിഗണിക്കപ്പെടുന്ന മൂലകങ്ങളാണ് എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇഖ്വാനികളുടെയും വിശ്വാസമാണ്. അപ്പൊ അവരെ തൗഹീദ് എന്ന് പറയാൻ അങ്ങനെ അത് വിട്ട്. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ വിഭജനം റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അൽ അസ്മാഉ വസിഫാത്ത് എന്നിങ്ങനെയാണ്. പ്രതികരണം, വലാൽ, ഹാക്കിമിയത്ത് എന്നിവ തൗഹീദിൽ പരിഗണിക്കപ്പെടണമെന്ന് തങ്ങൾക്ക് വാദമില്ല. തീരുമാനം, ഇനി തീരുമാനം എടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് പ്രതികരണമൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് തൗഹീദ് എന്ന് തീരുമാനം എടുക്കാൻ പോവുകയാണ് മൗലവിമാർ. ഈ വിഷയകമായി ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി നേരത്തെ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വസ്തുത അംഗീകരിക്കപ്പെട്ടതായി യോഗം അറിയിച്ചു. തൗഹീദിന് റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അൽ അസ്മാഉ വസിഫാത്ത് എന്നിങ്ങനെയുള്ള വിഭജനം ഈ യോഗം ശരിവെക്കുകയും അത് പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ 2001 ജൂൺ 4 വരെ ഇവർ ഒരൊറ്റ മദ്രസയിലും പാഠശാലയിലും തൗഹീദ് അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു തൗഹീദ് പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിക്കാൻ പ്രത്യേകം തീരുമാനം വരികയാണ്. ആ തീരുമാനത്തിലൂടെ എന്താ പറയാൻ പോകുന്നത്? അള്ളാഹ് ആകാശത്ത് കുത്തിരിക്കുന്നു എന്ന് പറയാൻ പോവുകയാണ്. അത് തീരുമാനിക്കാൻ 2001 ജൂൺ മാസത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, നേരത്തെ കാഫിറാകുമെന്ന് അൽമനാർ പറഞ്ഞ, നേരത്തെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അമാനി മൗലവി പറഞ്ഞ, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലത് ഈ ഇസ്ലാമിന്റെ മൂലസിദ്ധാന്തങ്ങൾക്കെതിരാണെന്ന് വക്ക മൗലവി പറഞ്ഞ ആ ആശയം ഇനി അങ്ങോട്ട് മദ്രസയെ പഠിപ്പിച്ചിട്ട് ആ കുഫറ്, ആ പച്ച കുഫറ് അത് പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് മുജാഹിദ്. എന്നിട്ട് നിങ്ങൾ കേട്ടോളി, പിന്നെയും പറയാണ്, പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിനു പുറത്ത് ഏഴാകാശത്തിനു മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണെന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല എന്ന പ്രസ്താവന, അത് അക്ബർ മൗലവിയുടെ ഒരു ബുക്കിലുള്ളതാണ്. അത് തീർത്താൻ പോവാണ് എന്ന പ്രസ്താവന വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് വന്ന മംഫിസമായി ഇസ്തവഅലൽ അർശ്, ജബ്ബാർ, ഖാഹിർ, ഖഹാർ, മാലിക്കുൽ മുൽക്ക് എന്നീ വിശേഷണങ്ങളെ കുറിച്ച് നാം സ്വീകരിച്ചു പോരുന്ന വിശ്വാസങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ്. അള്ളാഹ് ഏഴാകാശത്തിന്റെ മുകളിൽ ഒരു അർശിന്റെ മുകളിൽ കുത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വ്യതിയാനമാണ് എന്ന് തീരുമാനം. എന്ന് പറയാണ്, ഈ വിഷയകമായി ഏതെല്ലാം പുസ്തകങ്ങളിൽ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടോ, നേരത്തെ അവരെഴുതിപ്പോയതൊക്കെ അബദ്ധാക്കി പ്രഖ്യാപിക്കാൻ, അബദ്ധങ്ങൾ വന്നിട്ടുണ്ടോ അവയെല്ലാം തിരുത്തേണ്ടതാണെന്ന് യോഗം തീരുമാനിച്ചു. അപ്പൊ നേരത്തെ അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, സ്ഥലമുണ്ട് എന്ന്
പറഞ്ഞാൽ കാഫിറാവുന്ന എഴുതിയതൊക്കെ തിരുത്താൻ തീരുമാനിച്ചു. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം തിരുത്താൻ തീരുമാനിച്ചു. എന്നിട്ട് പറയാണ്, മംഫിസമായി പോലുള്ള അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കണം എന്ന് പറയുന്നത് സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിനെതിരും നാം സ്വീകരിച്ചു പോകുന്ന വിശ്വാസാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനവുമാണ് തീരുമാനം. അങ്ങനെ ഉമർ മൗലവി വാക്ക് സ്വീകരിച്ചുകൊണ്ട് ചർച്ചകൾ പങ്കെടുത്ത 20 പേരുണ്ട് ഇവിടെ. എ.പി. അബ്ദുൽ ഖാദർ, ആദ്യം തന്നെ പി.കെ. ആലിസ്, റസാഖ് മദനി, സി.പി. ഉമർ സുല്ലമി, കുഞ്ഞീദ് മദനി, മുഹമ്മദ് സുല്ലമി, ഉണ്ണിക്കുട്ടി മൗലവി, സലാം സുല്ലമി, അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി, മുഹമ്മദ് മദനി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ പേരുമുണ്ട്. അതിൽ എം.ഐ. സുല്ലമി ഉണ്ട്, സുബൈർ മങ്കട ഉണ്ട്, കെ.കെ. സക്കരിയ ഉണ്ട്, അനീഫ കാക്കോടി ഉണ്ട്. എല്ലാവരും കൂടി തീരുമാനം പറയാൻ. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ച് പണ്ടുള്ള നമ്മളെ മൗലവിമാരെ എഴുതിയതൊക്കെ തിരുത്തേണ്ടതാണ് എന്ന് തീരുമാനിച്ചു. എന്ത്? അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി. ഇവരെന്തുകൊണ്ടാ കളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം തിരുത്താൻ തീരുമാനിച്ചു. ഇനിയോ പിന്നതാ വരുന്ന സുഹൃത്തുക്കളെ, പറഞ്ഞല്ലോ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? പണ്ടൊരാൾ പറഞ്ഞു ഞങ്ങളെ നാട്ടിലൊക്കെ പക്ഷേ എന്നുള്ളതിന് പക്കേ എന്ന് പറയും ചിലർ. ഇവിടെ അങ്ങനെ പറയൂല. ഇവിടെ ഒക്കെ നല്ല ഭാഷയല്ലേ? ഇല്ല, ഇവിടെ അങ്ങനെ പറയൂലല്ലോ, പറയില്ല. ഒരാൾ പറഞ്ഞു, എന്ത്? പലരും പറയുന്നത് പക്കേ പക്കേന്ന്. ഞാൻ പക്കേ പറയും പക്ഷേ എന്ന് പറയും. മനസ്സിലായില്ലേ? പലരും പറയും പക്കേ പക്കേ പക്കേ, ഞാൻ പക്കേ പറയും പക്ഷേ. ഇതുപോലെ ആയിപ്പോയി. ഉമർ മൗലവിയാണ് അള്ളാഹ്ക്ക് സ്ഥലമുണ്ട് എന്നും ഒന്നും വ്യാഖ്യാനിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാള്. പക്ഷെ അയാളെ ഖുർആൻ പരിഭാഷകളൊന്നും എടുത്തു നോക്ക്. 569 പേജിലെ യൗമ യുക്ശഫു അൻ സാഖ് വയുദഊന ഇല സുജൂദ് എന്ന ഖുർആനിലെ ആയത്ത് വന്നു. അതിന് ഇപ്പോഴത്തെ മൗലവിമാരെ അർത്ഥം എന്താണെന്ന് അറിയങ്ങള്? ഇപ്പൊ മൗലവിമാരതിന് പറയുന്ന അർത്ഥം അത് കേട്ടോളികള്. അതിന് മൗലവിമാരിപ്പോ പറയുന്ന അർത്ഥം എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കണങ്കാൽ, അള്ളാന്റെ കണങ്കാലേ, അള്ളാന്റെ കണങ്കാൽ, അള്ളാഹുവിന് കണങ്കാൽ സാക്ക് ഉണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹ്ക്ക് കണങ്കാലുണ്ട് എന്ന് വിശ്വസിക്കല് നിർബന്ധമാണ്. അള്ളാഹു പറയുന്നു, അതിന് തെളിവ് കേട്ടോളി. യൗമ യുക്ശഫു അൻ സാഖ് വയുദഊന ഇല സുജൂദ്. അതിനർത്ഥം പറഞ്ഞു കേട്ടോളി. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കുക. സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് സാധിക്കുകയില്ല. 6842 ഫോൺ നമ്പറല്ല, ഖുർആന്റെ ആയത്തിന്റെ നമ്പറേ. അപ്പൊ യുക്ശഫു അൻ സാഖ് എന്നതിന് ഇപ്പൊ മൗലവിമാര് അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ എഴുതാണ്. വിശ്വാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 203 പേജിൽ എഴുതാണ് അള്ളാഹ്ക്ക് കണങ്കാലുണ്ട് എന്ന് ഖുർആൻ തെളിവ്. എന്നാൽ ആ ആയത്തിന് ഉമർ മൗലവിന്റെ പരിഭാഷയിൽ എഴുതിയ അർത്ഥം എന്താണ്? ഉമർ മൗലവി ഒരു ഭാഗത്ത് വ്യാഖ്യാനിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മക്കേ പറയും പക്ഷേ എന്ന് പറഞ്ഞ മാതിരി ഖുർആൻ പരിഭാഷ എഴുതുമ്പോൾ വ്യാഖ്യാനിച്ചു പോയി. അത് വായിക്കാൻ ഞാൻ ഖുർആൻ പരിഭാഷ നോക്കി വായിക്കാൻ കേട്ടോളൂ. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദ്. അതിന് ഉമർ മൗലവി പറയുന്ന അർത്ഥം കേട്ടോളി. വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന നാളിൽ അവരുടെ പങ്കുകാരെ ഹാജരാക്കട്ടെ, സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, എന്നാൽ അവർക്ക് കഴിയില്ല. അപ്പൊ യൗമ യുക്ശഫു അൻ സാഖ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? പരിഭാഷയിൽ വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന നാളിൽ. ഖുർആൻ പരിഭാഷയിൽ ഉമർ മൗലവി പറയുന്ന അർത്ഥം വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന നാളിൽ. അതാണ് ആ അർത്ഥം വരുന്ന വാചകമാണ് ഉമർ മൗലവി ആ അർത്ഥം പറഞ്ഞ വാചകം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അമാനി മൗലവിയുടെ പരിഭാഷ മുജാഹിദ്. അതിനയാൾ അർത്ഥം വെച്ച എന്താണ്? ആദ്യ അയാൾ ഭാഷാർത്ഥം പറഞ്ഞ് പിന്നെ വ്യാഖ്യാനിക്കുന്നു. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന എന്റെ ബ്രാക്കറ്റിൽ അയാൾ പറയാണ് കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക. അപ്പൊ യൗമ യുക്ശഫു അൻ സാഖ് എന്ന വാക്കിന്റെ നേരാർത്ഥം കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസം. അതിന്റെ ശരിയായ വ്യാഖ്യാനം അയാൾ പറയാണ് കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം. കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം എന്നാണ് അതിന്റെ വ്യാഖ്യാനം. അതേ മുജാഹിദിന്റെ ഔദ്യോഗിക പരിഭാഷയായ ഖുർആൻ പരിഭാഷയിലുള്ളത് അത് തന്നെയാണ് ഉമർ മൗലവിന്റെ പരിഭാഷ. വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന നാളിൽ. ഈ ആയത്താണ് സുഹൃത്തുക്കളെ അള്ളാഹ്ക്ക് കണങ്കാലുണ്ട് എന്നതിന് ഇപ്പോൾ തെളിവുദ്ധരിക്കുന്നത്. അപ്പൊ അവരെ പരിഭാഷയിൽ അവർ പറഞ്ഞ അർത്ഥം വലിച്ചെറേറ് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ അള്ളാഹ്ക്ക് കണങ്കാലുണ്ട് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇവർ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ചെയ്ത വഞ്ചന എത്രയാണ്. ഈ മൗലവിമാരെ വിശ്വസിച്ചാൽ ആഖിറം കിട്ടുമോ? സ്വർഗം കിട്ടുമോ?
പെട്ടുപോയ മുജാഹിദുകളെ, നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചോ. ആഖിറത്തിൽ വെച്ച് ഞങ്ങൾ ഇത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയണ്ട. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ? അത് പിന്നെ അങ്ങോട്ട് പോയിട്ട് എവിടെ എത്തി? അള്ളാഹു അർശിന് മുകളിൽ. അള്ളാഹു എവിടെ? കണ്ടാ തോന്നും പുതിയാപ്പിള്ള കാണായിട്ട് പരസ്യം കൊടുത്തതാണ്. അള്ളാഹു എവിടെ? ഹെഡിങ് അൽമനാറിൽ ചോദിക്കാണ്. അള്ളാഹു അർശിന് മുകളിൽ. ഇനിയോ അള്ളാഹു ആകാശത്തിൽ നിന്ന് വേറൊരു സ്ഥലത്ത്. അങ്ങനെ 7 ആകാശത്തിന്റെ മേലെയാണ് അർശ്. ഇതാ അവർ പറയുന്നു അർശിന്റെ മുകളിലാണ്, ആകാശത്തിന്റെ ഉള്ളിലുമാണ്. രണ്ടും കൂടി എങ്ങനെ ഉണ്ടാകുക? പക്ഷെ അതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. മൗലവി പറഞ്ഞാൽ വിശ്വസിച്ചോളണം, മൗലവി പറഞ്ഞാൽ വിശ്വസിച്ചോളണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതിനേക്കാളും രസമുള്ളത് കേൾക്കണോ? അള്ളാഹ്ക്ക് 2 കൈയുണ്ട് എന്നാ ഇപ്പൊ പറയുന്നു. അള്ളാഹുവിന് 2 കൈകളും 2 ഭാഗവും വലതുഭാഗമാണ്. ഇങ്ങനെ അൽമനാറ് ഡിസംബർ 2004 അതിലെന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ 2 കൈകളും, അതിന് 2 കൈകളും എന്നിട്ട് ബ്രാക്കറ്റിൽ അർത്ഥം 2 ഭാഗവും. അപ്പൊ വ്യാഖ്യാനായില്ലേ? കൈ എന്നുള്ളൊരു ഭാഗം ഒന്ന് വ്യാഖ്യാനാക്കി. വ്യാഖ്യാനം പറ്റില്ല എന്നാണേ വാദം. എന്നിട്ട് അവിടെ ഒരു വ്യാഖ്യാനം 2 ഭാഗവും വലതുഭാഗമാണ്. എന്റെ ചോടെ ഹദീസ് കൊടുത്തിട്ട് പറയാണ് അവന്റെ 2 കരവും വലതാണ്. അപ്പൊ അള്ളാഹ്ക്ക് 2 ഭാഗവും വലത്ത്. അള്ളാഹ്ക്ക് ഭാഗമുണ്ട് ഭാഗമുണ്ട് കാഫിറാവുന്നാണ് പഴയ അൽമനാർ. ഇപ്പൊ പറയുന്നത് അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, 2 ഭാഗവും വലത്താണ്. 2 ഭാഗവും വലത്താണ്. ഇതെല്ലാം വിശ്വസിച്ചോളുന്ന അനുയായികള്. 2 ഭാഗവും വലത്താണ്. എന്നാ സുഹൃത്തുക്കളെ, അത് 2004 ഡിസംബറിലെ അൽമനാർ ആണെങ്കിൽ എന്റെ മുസ്ലിമീങ്ങൾ ശരിക്കും ചിന്തിക്ക്. ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന വേറൊരു അൽമനാറിൽ അത് 2009 ജനുവരി 24 5 കൊല്ലം കഴിയുമ്പോൾ വേറൊരു അൽമനാർ. ആ അൽമനാറിൽ പറയുന്നത് എന്താണ് നിങ്ങൾ